ങ്ങളെ സമ്മതിച്ചില്ല. അവസാനം തന്റെ കാലിന്റെ അതാ മുട്ടിന്റെ ഭാഗം വരെ പഴുപ്പിങ്ങ മുകളിലേക്ക് കയറുമ്പോ അവസാനം ഉറുവതങ്ങളോട് റളിയല്ലാഹു തആല അൻഹുവിനോട് വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ മുകളിലേക്ക് പഴുപ്പ് കയറാൻ സാധ്യതയുണ്ട്. ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്നനുസരിക്ക്. അവസാനം റളിയല്ലാഹു തആല അൻഹു അവിടെ കാല് മുറിക്കാൻ സമ്മതിക്കുകയാ. അവസാനം വൈദ്യന്മാരതാ ഒരു പാത്രത്തിൽ കള്ള് കൊണ്ടുവരികയാണ്. റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, തങ്ങളെ ഈ കള്ള് കുടിക്കണം. അല്ലാഹുവേ, അവിടെ നിന്ന് ഞാൻ പറഞ്ഞു, ഉറുവതങ്ങൾ പറഞ്ഞു, ഞാൻ കുടിക്കൂല. ഇത് കുടിച്ചാലേ കാല് മുറിക്കാൻ പറ്റൂ. വേദന അറിയാതിരിക്കണമെങ്കിൽ ഇത് കുടിക്കണമല്ലോ. വേദന അറിയാതിരിക്കണമെങ്കിൽ ഇത് കുടിക്കണമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്, നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്. അതിന് നിങ്ങൾ എന്നെ കൊണ്ട് കള്ളു കുടിപ്പിക്കണ്ട. മഹാനായ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തന്നറിയോ, ഞാനൊന്ന് വുദുവെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം. ഞാൻ വുദുവെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം. ആ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, റളിയല്ലാഹു തആല അൻഹു വുദുവെടുത്തു. അവിടെ നിന്ന് നിസ്കരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവേ അതാ വജ്ജഹത്ത് ബോധി കൈകെട്ടിയതാ വജ്ജഹത്ത് ബോധി. അവിടെ നിന്ന് ഫാത്തിഹ ബോധി സൂറത്ത് തുടങ്ങുമ്പോ വൈദ്യന്മാര് കാല് മുറിക്കുകയാ. ഒരു മരുന്നും കൊടുക്കാതെ, അല്ലാഹുവേ മയക്കാതെ റളിയല്ലാഹു തആല അൻഹുവിന്റെ പച്ചയായ ഒരു മനുഷ്യന്റെ കാല് മുറിക്കുകയാണ്. അല്ലാഹുവേ, ഉറുവതങ്ങൾ അറിഞ്ഞില്ല. ഞാനും നിങ്ങളും ഒരു കൊതുവ് കടിച്ചാ തിരിച്ചറിയുമല്ലോ. അല്ലാഹുവേ, റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലവരങ്ങ് വെട്ടിമുറിച്ചു. പടച്ചവനെ, തങ്ങൾ അറിഞ്ഞില്ല. കാലിലൂടെ രക്തം ഇങ്ങനെ ഒലിക്കുകയാണ്. ബ്ലഡ് നിൽക്കാതെ ഇങ്ങനെ ഒലിക്കുമ്പോ സൈതന്നെ തിളപ്പിച്ചിട്ട് ചോര നിൽക്കുന്നതിന് വേണ്ടി, രക്തം നിൽക്കുന്നതിന് വേണ്ടി എന്ന് ചെയ്തിരുന്നത് അല്ലാഹുവേ സൈതന്നെ തിളപ്പിച്ചിട്ട് മുക്കുകയാ. തിളച്ച എണ്ണ തന്റെ മുറിച്ച കാലിലേക്ക് മുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞങ്ങ് വീഴുകയാ. അവിടുത്തെ ബോധമങ്ങ് നഷ്ടപ്പെട്ടു പോയി. പടച്ചവരെ, വൈദ്യന്മാര് മുഴുവനും ഇങ്ങനെ അതാ അവിടെ നിന്ന് ബോധം തിരിച്ചു വരുന്ന സമയത്ത് കാല് മുറിച്ചു മാറ്റി എന്ന് പറയാൻ വേണ്ടി എല്ലാവരും നിൽക്കുമ്പോ അല്ലാഹു ആ മനുഷ്യന് കൊടുത്ത മറ്റൊരു പരീക്ഷണം എന്തെന്നറിയോ? അല്ലാഹുവേ, തന്റെ മക്കളിൽ അവസാനത്തെ ചെറിയ മകനുണ്ടല്ലോ, ഒട്ടകം ചവിട്ടികെട്ട് മരിക്കുകയാ. അല്ലാഹുവേ, ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ട് തന്റെ ചെറിയ മകനങ്ങ് മരണപ്പെട്ടു. ഉറുവതങ്ങളെ ബോധം കെട്ട് കിടക്കുകയാണ്. ബോധം തിരിച്ചു വരുമ്പോ ആദ്യം എന്താണ് പറയേണ്ടത്? നിങ്ങളുടെ ചെറിയ മകനതാ മരിച്ചെന്ന് പറയണോ? കാല് മുറിച്ചു മാറ്റിയ കാര്യം പറയണോ? വൈദ്യന്മാര് എല്ലാവരും ഇങ്ങനെ വല്ലാത്ത പ്രയാസത്തിലാണ്. റളിയല്ലാഹു തആല അൻഹു തനിക്ക് ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റി തങ്ങളെ. അവിടുന്ന് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. രണ്ടാമതായി പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ ചെറിയ മകനും മരണപ്പെട്ടു പോയി തങ്ങളെ. അപ്പോഴും പറഞ്ഞു, ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്.
എല്ലാവരും അത്ഭുതത്തോടെ ചോദിച്ചു. കാല് മുറിച്ചു മാറ്റിയിട്ടും അൽഹംദുലില്ലാ പറഞ്ഞതെന്താ? അവിടുന്ന് പറഞ്ഞു, അല്ലാഹു എനിക്ക് 2 കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ എടുത്തു മാറ്റിയല്ലോ, ഒരു കാല് പടച്ച റബ്ബ് എനിക്ക് നൽകിയല്ലോ. എന്നിട്ട് പറയുന്നു, എന്റെ മക്കളിൽ ഒരാളെയല്ലേ അല്ലാഹു തിരിച്ചു വിളിച്ചുള്ളൂ, എനിക്ക് ബാക്കി മക്കളെ പടച്ചവൻ തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു റളിയല്ലാഹു തആല ഇരുന്ന് കരയുകയാ. പടച്ചവരേ, അവിടുന്ന് വൈദ്യന്മാര് ചോദിച്ചു, എന്തിനാ കരയുന്നത്, എന്തിനാ കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, ഇനി മുതൽ എനിക്ക് ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അല്ലാ, ഇനി മുതൽ ഒരുപാട് സമയം നിസ്കരിക്കാൻ എനിക്ക് ഒരു കാലല്ലേ ഉള്ളൂ, അല്ലാഹുവേ എനിക്ക് കഴിയില്ലല്ലോ എന്നോർത്തിട്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ, ചെറുപ്പക്കാരാ, നമസ്കാരം എന്ന് പറഞ്ഞാൽ അതാണടാ പൊന്നുമോര്, നമ്മൾ കാണിക്കുന്ന കോമാളിത്തരമല്ല. ചാടിക്കേറി പള്ളിക്കകത്ത് പോയിട്ട് അല്ലാഹുവിനെ കളിയാക്കല, അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നിസ്കരിക്കണം. ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ഇതുപോലെ നിസ്കരിച്ചാ നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എങ്ങനെ നിസ്കരിക്കണമെന്നറിയോ, എങ്ങനെ നിസ്കരിക്കണമെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, എന്ന് നമ്മൾ നമസ്കരിക്കുന്നത് കാണുമ്പോ ശൈത്താൻ പോലും നമ്മുടെ നമസ്കാരം കണ്ടിട്ട് ചിരിക്കുകയാ. പടച്ചവനെ, എങ്കിലും ചില ആൾക്കാര് നിസ്കരിക്കുന്നത് കാണുമ്പോ ശൈത്താൻ കരയുമെന്നാ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നല്ലതുപോലെ നിസ്കരിക്കാൻ കഴിയണമെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഒരു മഹാൻ ഒതുവെടുക്കുന്ന സമയത്ത് കരയുകയോ. പറയുന്നുണ്ട്, ഒതുവെടുക്കുന്ന സമയത്തെ കരയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, നിറമങ്ങ് മാറുകയാണ്. അല്ലാഹുവേ, ഹൗലുങ്കരയിൽ നിന്ന് ഒതുവെടുക്കുന്ന സമയത്ത് പോലും നിറമങ്ങ് മാറുകയാ. എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? ഇന്ന് വരെ നമ്മൾ ആരെങ്കിലും ഒതുവെടുക്കുന്ന സമയത്ത് കരഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? മഹാനവറുകൾ പറയുന്നു, എന്തിനാ ഒതുവെടുക്കുന്ന സമയത്ത് കരയുന്നതെന്നറിയോ? ഈ ഒതുവെടുക്കുന്നത് അല്ലാഹുവിനെ കാണാനാ. എന്നെ പടച്ച റബ്ബിനെ കാണുന്നതിന് വേണ്ടിയാ ഞാൻ ഒതുവെടുക്കുന്നത്. പിന്നെ എങ്ങനെയാ ഞാൻ കരയാതിരിക്കുക? പടച്ചവനെ, ഒതുവെടുക്കുമ്പോഴേ കരയണം ചെറുപ്പക്കാരാ. കാരണം നിന്റെ പാപങ്ങൾ ആ സമയത്ത് പൊറുക്കുന്ന സമയമാ. കരഞ്ഞുകൊണ്ട് ഒതുവെടുത്തിട്ട് പള്ളിക്കകത്ത് കയറുകയാണ്. പടച്ചവനെ, കാമത്ത് കൊടുത്തു, നമസ്കരിക്കാൻ ഇമാമു വന്നു നിന്നു, എല്ലാവരും സഫ് കെട്ടി നിന്നു. അതാ കൈകെട്ടുന്നതിന് തൊട്ട് മുമ്പ്, കൈകെട്ടുന്നതിന് തൊട്ട് മുമ്പ് പടച്ചവനെ, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നറിയുമോ? കണ്ണ് തുറന്നു നോക്ക് ചെറുപ്പക്കാരാ. കണ്ണിന്റെ മുന്നിൽ കാണേണ്ടത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധ കഅബാലയമുണ്ടല്ലോ. പടച്ചവന്റെ കഅബാലയം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരണം. ആ കറുത്ത കഅബാലയം പടച്ചവരെ, ആ കഅബാലയത്തെ കണ്ടുകൊണ്ട് നിസ്കരിക്കുന്നവനെ പോലെ, ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് ആ കഅബ തന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് നിസ്കരിക്കുന്നവനെ പോലെ പടച്ചവനെ, നീ നിന്റെ കണ്ണുകൊണ്ട് കഅബാലയം കാണണം. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, നിന്റെ കഴുത്തിന്റെ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണേ. നാളെ സുബഹി നമസ്കരിക്കുന്ന ഓരോ മനുഷ്യനും തന്റെ തലയുടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കണം. ഒരു മനുഷ്യൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, ഒരാള് നിന്നെ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. പെട്ടെന്ന് നിസ്കരിക്കടാ, പെട്ടെന്ന് നിസ്കരിക്കടാ. ആരാ പുറകിൽ കാത്തു നിൽക്കുന്നതെന്നറിയുവോ? മലക്കുൽ മൗത്ത് അസുറായി.
ഭൂമിയിൽ അസ്റായീൽ അലൈഹിസ്സലാം നിന്റെ പുറകിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. എന്തിനെന്നറിയുവോ? നിന്നെ കൊണ്ടുപോകാ. പെട്ടെന്ന് നിസ്കരിക്കടാ, പോകാ സമയമായി. പെട്ടെന്ന് നിസ്കരിക്കെന്ന് പറഞ്ഞിട്ട് അസ്റായീൽ നിന്റെ തൊട്ടു പുറകിൽ നിന്നെ കൊണ്ടുപോകാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. വലതു ഭാഗത്തേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ സ്വർഗമാണ് കാണേണ്ടത്. അല്ലാഹുവിന്റെ സ്വർഗമാണ് കാണേണ്ടത്. ഇടതു ഭാഗത്തേക്ക് നോക്കുമ്പോ കാണേണ്ടത് അല്ലാഹുവിന്റെ നരകവാ. ചിന്തിക്കണമല്ലോ, ഈ നമസ്കാരം ശരിയായ ഈ സ്വർഗം എനിക്കുള്ളതാ. ഈ നമസ്കാരം ശരിയായില്ലെങ്കിൽ എന്റെ കിടക്കുന്ന വീട് ഈ നരകവാ. പടച്ചവനെ, അതാ മഹാനബികൾ അഞ്ചാമതായി പറയുകയാണ്, നാളത്തെ സുബഹി നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നല്ല കാര്യമാ. സലാം വീട്ടിക്കടിഞ്ഞ ഒരു സുബ്ഹാനല്ലാഹ് പറയാ നീ ഇല്ലടാ ചെറുപ്പക്കാരാ. പിന്നെ നിനക്കൊരു അൽഹംദുലില്ലാഹ് പറയാ സമയമില്ലോ. ജീവിതത്തിൽ അവസാനത്തെ നല്ല കാര്യം ഈ നമസ്കാരമാണെന്നുള്ള ബോധത്തോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കരിച്ച അവന്റെ നമസ്കാരം കണ്ടിട്ട് ശൈത്താൻ കരയും. മോനെ, എന്റെ പ്രിയമുള്ളവരെ, നിസ്കരിക്കേണ്ടത് എങ്ങനെയാ? അതുകൊണ്ട് നമസ്കാരം അലംഭാവത്തോട് കാണുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മോനെ, കണ്ണിന്റെ മുന്നിലൂടെ ജനങ്ങളതാ പ്രായമുള്ളവര് പള്ളിയിൽ പോകുന്നത് കണ്ടാല് കേറില്ലല്ലോ. മോനെ, ആരോടാ വാശി കാണിക്കുന്നത്? ആരോടാ വാശി കാണിക്കുന്നത്? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഒരിക്കൽ ഒരു മനുഷ്യൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് തലയുടെ ഭാഗത്ത് നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ആ ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് നിൽക്കുമ്പോ അതാ മലക്കുൽ മൗത്ത് ഇറങ്ങി വരികയാണ്. പടച്ചവരേ, മലക്കുൽ മൗത്തിനെ കാണുമ്പോ റസൂലുള്ളാഹി തളർന്നു വീഴുകയാ. കൈകാലുകൾ വിറയ്ക്കുകയാണ്. പടച്ചവനെ, ഈ ഭയാനകമായ രൂപം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്ത് രൂപമാണ് ഇസ്രായീൽ? വല്ലാത്ത ദുർഗന്ധമടിക്കുന്നല്ലോ. നിന്നെ കണ്ടിട്ട് പേടി തോന്നുന്നു ഇസ്രായീലേ. ഈ കിടക്കുന്നത് കാഫിറല്ല, മുസ്ലിമാ. ഈ ചെറുപ്പക്കാരൻ മുസ്ലിമാണല്ലോ. എന്തിനാ നീ ഈ രൂപത്തിൽ ഇറങ്ങി വന്നത്? നിനക്കൊന്ന് നല്ലതുപോലെ വന്നുകൂടെ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, ഇവന്റെ അടുക്കൽ നിൽക്കല്ലേ നബിയേ. ഈ വൃത്തികെട്ടവന്റെ അടുക്കൽ നിൽക്കല്ലേ. ഇറങ്ങിപ്പോ നബിയേ, ഇറങ്ങിപ്പോ നബിയേ. ഇവനോട് ഞാൻ കരുണ കാണിക്കില്ല, ഇവനോടൊരു പരിഗണനയുമില്ല. എന്റെ പ്രിയമുള്ളവര്, മലക്കുൽ മൗത്ത് പോലും അവിടെ നിന്ന് പറയുമെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ നന്നാകടാ പൊന്നുമോന്. എന്റെ സംഘാരകൾ ഉൾപ്പെടെ എല്ലാവരോടും പറയുകയാ, 5 വഖത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കല്ലേ. അവസാനത്തെ വഖത്ത് നിസ്കരിച്ചിട്ടേ മരിക്കാവൂ. അവസാനത്തെ വഖത്ത് നിസ്കരിച്ചിട്ടേ മരിക്കാവൂ. പടച്ചവനെ, ഇന്ന് വാഴ്തിന് വരുമ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദനയാ. കാരണം എവിടെന്നാ വരുന്നതെന്നറിയുവോ? ഇന്ന് വാഴ്തിന് വരുന്നതിന് മുമ്പ് പടച്ചവനെ, എന്റെ പ്രിയ സുഹൃത്ത് റഫീഖ, പടച്ചവനെ, അവരുടെ നാട്ടിൽ 2 ദിവസം മുമ്പ് ഒരു കുടുംബത്തിലെ 3 മക്കൾ ഒരുമിച്ചങ്ങ് മരണപ്പെട്ടു പോയല്ലോ. 2 മക്കളും ഒരു പെൺകുട്ടിയും ആകെയുണ്ടായിരുന്ന 3 മക്കളും പടച്ചവനെ വെള്ളത്തിന്റെ അകത്ത് മുങ്ങി മരിച്ചു പോയല്ലോ. അല്ലാഹുവേ, ആ മരിച്ച വീട് കണ്ടിട്ടാ വരുന്നത്. ആ മരിച്ച വീട്ടിൽ കയറി ദുആ ചെയ്തിട്ടാ വരുന്നത്. പടച്ചവനെ, എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ല. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട മക്കളുടെ വാപ്പ ഇങ്ങനെ ഇരുന്ന് കരയുന്നു. ഉസ്താദേ, ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹു ഷഹീദിന്റെ കൂലി കൊടുത്തല്ലോ. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്നാ. 3 ശുഹദാക്കളുടെ വാപ്പയല്ലേ, 3 ശുഹദാക്കളുടെ വാപ്പയല്ലേ നിങ്ങള്? 3 ശുഹദാക്കളെ വളർത്താൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണല്ലോ. എന്തിനാ നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ, ഉസ്താദേ,
മരിക്കുന്നത് വരെ ജീവിക്കണമല്ലോ, മരിക്കുന്ന കാലം വരെ ഇങ്ങനെ ജീവിക്കണമല്ലോ. 3 മക്കളുടെ മയ്യത്ത് ഒറ്റ ദിവസം കണ്ട വാപ്പയാ. അല്ലാഹുവേ പടച്ചവരെ ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ അല്ലാ. മോനെ ഇത്രയേ ഉള്ളടാ ജീവിതത്തിന്റെ വില, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ല. പൊന്നുമോനെ നിന്റെ ജീവിതത്തിൽ എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് രൂപത്തിലാണ് വരുന്നതെന്നറിയില്ലോ. എന്റെ പ്രിയമുള്ളവരെ എപ്പോ എവിടെ വെച്ച് വന്നാലും അവസാനത്തെ വക്കത്തും നിസ്കരിച്ചിട്ട് മരിക്കണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പടച്ചവനെ ഞാനൊരു മനുഷ്യനെ പറഞ്ഞു തരാ, നിങ്ങൾക്കൊക്കെ നല്ല പരിചയമുള്ള ഒരു മനുഷ്യനെ ഞാൻ പറഞ്ഞു തരാ. പടച്ചവനെ വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കുകയാണ്. പടച്ചവനെ പതിവില്ലാതെ വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കുന്നു. മക്കള് ചോദിച്ചു എന്തിനാ വാപ്പാ വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കുന്നത്? വാപ്പ മക്കളോട് പറഞ്ഞു നിങ്ങൾക്കത് പിന്നെ മനസ്സിലാകും, അത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാകും. കല്യാണ വീടിന്റെ കല്യാണം വരുമ്പോ വീട് വൃത്തിയാക്കുന്നത് പോലെ വീടിന്റെ പരിസരം മുഴുവനും വൃത്തിയാക്കുകയാ. അവസാനം അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾക്കത് പിന്നെ മനസ്സിലാകും. അല്ലാഹുവേ അന്ന് വൈകുന്നേര സമയമെത്തിയപ്പോ ഭാര്യയോട് ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു പെണ്ണെ എന്നെ നീ ഒന്ന് കുളിപ്പിക്കുവോ, എന്നെ നീ ഒന്ന് കുളിപ്പിക്കുവോ. അവസാനം ഭാര്യ കുളിപ്പിക്കുകയാണ്. കുളിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു ഇനി ഒരിക്കലും നിനക്കെന്നെ കുളിപ്പിക്കാൻ കഴിയില്ല. അല്ലാഹുവേ അവിടെ നിന്ന് കുളിച്ചു, ഭാര്യ ഭർത്താവിനെ കുളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഒതുവെടുത്തിട്ട് നമുക്ക് നിസ്കരിക്കാം. ഭാര്യയും ഭർത്താവും കൂടെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ടല്ലോ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു പെണ്ണേ എന്നെ മരിക്കുന്ന ദിവസവും നിസ്കരിക്കണമെന്ന് വല്ലാത്ത മോഹമായിരുന്നു. അല്ലാഹു എനിക്കതിനുള്ള ഭാഗ്യം തന്നല്ലോ എന്ന് യാത്രയും പറഞ്ഞിട്ട് കിടന്നതാ. എന്റെ പ്രിയമുള്ളവര് അവസാന പടച്ചറപ്പിന്റെ തീരുമാനത്തിന്റെ മുന്നിലങ്ങ് യാത്രയായപ്പോ ആരെക്കുറിച്ചാ പറഞ്ഞതെന്നറിയുവോ? പാറന്നൂർ ഉസ്താദിന്റെ ചരിത്രമാ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരാ മോനെ മരണം എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ഇന്നലെ പള്ളിയിലേക്ക് ജുമയ്ക്ക് പോകുമ്പോ പടച്ചവനെ 2 ചെറുപ്പക്കാര് പാണ്ടിലൂരിയുടെ അടിയിൽ നിന്ന് രാവിലെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി 2 മക്കളാട്. പടച്ചവരെ മോനെ അവസാനം കണ്ണിന്റെ മുന്നിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് മരിക്കുമ്പോ അല്ലാഹുവേ കണ്ടവര് മുഴുവനും ഓടുകയാണ്. ലോറിയുടെ ഡ്രൈവർ വിളിച്ചു കൂവിക്കൊണ്ടാ ഓടുന്നത്. അവസാനം ഫയർഫോഴ്സ് വന്നിട്ട് പടച്ചവനെ വല്ലാത്തൊരവസ്ഥയിൽ അവിടെ നിന്ന് മയ്യത്തെടുക്കുമ്പോ ചെറുപ്പക്കാരാ ജീവിതത്തിന് വില ഇത്രയേ ഉള്ള പൊന്നുമോനെ എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലോ. ഏത് സമയത്ത് എവിടെ വെച്ച് വന്നാലും സമ്മാന പൊതി വാങ്ങുന്നത് പോലെ മരണം വാങ്ങണം മോനെ. റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കടേ തമ്പുരാന്. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. സംഘാടകരുടെ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാ. ഓടേണ്ടവർ ഓടാ, ഇപ്പോഴല്ലേ ഓടാൻ പറ്റൂ. മലക്കുൽ മൗത്ത് വന്നാൽ എവിടെയോടാരാ? ഇത് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബേ ഇൽമ പഠിപ്പിക്കുന്ന ഒരു മദ്രസയുടെ പ്രവർത്തനത്തിന് വേണ്ടിയല്ലേ മനസ്സറിഞ്ഞുകൊണ്ട് നല്ല സദക്ക കൊടുക്കാൻ കഴിയുവോ? നല്ല ഒരു സദക്ക കൊടുക്കാൻ കഴിയുവോ? സദക്ക ഇടുന്ന സമയത്ത് പറയണമല്ലാ മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒന്നുപെടുത്തിട്ട് നിസ്കരിച്ചിട്ട് മരിക്കാൻ ഭാഗ്യമ തരണേ അല്ലാ, ഭാഗ്യമ തരണേ അല്ലാ. ഒരു നിയത്തോടെ ഒരു നല്ല സദഖ എടുത്തു. അല്ലാഹുവേ അർഹമർ റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ആരെല്ലാം ഒരു നല്ല സദഖ കൊടുക്കുന്നു
അവർക്ക് റബ്ബേ നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. ഏതെങ്കിലും ഒരു മാരകമായ രോഗത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ച് കളയണേ അല്ലാഹ്. ഈ അവരിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. ഈ സദക്ക അതിനൊരു സബബാക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മൈക്ക് സെറ്റുകാരൻ എന്താ പറ്റി ഇന്നെല്ലാം പോയെന്ന് തോന്നുന്നു. ഇന്ന് പോട്ടെട്ടാ, നാളെ ക്ലിയർ ആക്കിയേക്കണം കേട്ടോ. ഇന്നത്തേക്ക് ഒരു ദിവസം കേട്ടോ, നാളതൊക്കെ ശരിയാക്കിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം നിസ്കരിക്കാത്തവരല്ല, നിസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സ്വതക്ക കൊടുക്കുന്നു അല്ലാഹുവേ, പടച്ചവനെ ഇവരുടെ ഇരു ലോകവും നീ വിജയത്തിലാക്കി കൊടുക്കണേ റഹ്മാൻ. ഇവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ പടച്ചവനെ. ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണേ പടച്ചവൻ. എല്ലാവരും നല്ല കാര്യത്തിന് വേണ്ടിയാ. ഇവിടുത്തെ മദ്രസയെ കുറിച്ച് എല്ലാവരും നല്ല നിലയിൽ അൽഹംദുലില്ലാഹ്. ഇവിടുത്തെ മദ്രസ വളരെ തുച്ഛമായ കുറച്ച് ആൾക്കാർ മാത്രം, ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും വഴിയില്ലാതെ പിരിവുകൾ എടുത്തിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു വിജയത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ലക്ഷ്യം എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ആരോ കുറച്ച് വസ്തു കൊടുത്തു, 10 സെന്റ് വസ്തു ആരോ കൊടുത്തു. അവിടെ ഒരു ചെറിയ ഒരു ബിൽഡിംഗ് വെച്ചിട്ട് വാടകയ്ക്ക് കൊടുത്താൽ അൽഹംദുലില്ലാഹ് കലാകാലം അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് പള്ളി മദ്രസയുടെ കാര്യങ്ങൾ നടക്കും. അല്ലാഹു വിജയത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു വിജയത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരൻ, ഇൻഷാ അല്ലാഹ് 11:30 നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. ബാക്കി നാളെ മൈക്ക് സെറ്റൊക്കെ എന്തോ ചെറിയ ഷോട്ടെങ്ങാണ്ട് വന്നിട്ട് എല്ലാം പോയി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് നിർത്താം. നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് നേരത്തെ തുടങ്ങാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എഴുന്നേറ്റ് ബക്കറ്റ് ഒന്ന് പെട്ടെന്ന് അൽഹംദുലില്ലാഹ്. ബക്കറ്റ് പെട്ടെന്ന് പുറകോട്ട് പോട്ടെ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് ചങ്ങാതി അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കയറി വാ ഇൻഷാ അല്ലാഹ്. ദുആ ചെയ്യ്. എല്ലാവരും ഒന്ന് കാണാനാ, നാളെ കാണാൻ പറ്റിയില്ലെങ്കിൽ വാ. എല്ലാവരും ഇങ്ങോട്ട് മുന്നോട്ട്. പുറത്ത് ചെറുപ്പക്കാരൊക്കെ കയറി എല്ലാവരും വണ്ടിക്കകത്ത് ഉറക്കാം. കൊള്ളാം, എല്ലാവരും പെട്ടെന്ന് സമയമായി. നിൽക്കണ ചങ്ങായിമാരൊക്കെ ഡെസ്കിന്റെ മുകളിൽ നിന്ന് എഴുന്നേറ്റ് ബിസ്മില്ലാ ബാബാ ദുആ ചെയ്യാൻ പോകുന്നു, സ്വർഗ്ഗത്തിൽ പോകാൻ പോകുന്നു. ഇന്ന് ദുആ ചെയ്തിട്ട് അങ്ങ് പൊക്കോ. നാളെ വരണ്ട, പെട്ടെന്നോ നാളെ വരണ്ട. വള്ളിക്കാട്ടി കിടന്ന് വാഴേക്കാം. ഇങ്ങോട്ട് കയറി. ആ വണ്ടിയുടെ സൈഡിൽ ഇരിക്കണവരൊക്കെ ഇങ്ങോട്ട് വാ. സ്വർഗ്ഗത്തിൽ കയറി അല്ലെങ്കിൽ പോ. പെട്ടെന്ന് അൽഹംദുലില്ലാഹ്. സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത് പകന്നിക്കണം. ഇങ്ങോട്ട് വാ ചങ്ങായി. ഇങ്ങോട്ട് കേറി നിന്നെന്ന് പറഞ്ഞ് നിനക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. നീ രക്ഷപ്പെട്ടു പോകത്തില്ല. ഇങ്ങോട്ട് കേറ്. കവാടത്തിൽ നിൽക്കുന്ന ചങ്ങായിമാര് ആ 3 ചെറുപ്പക്കാർ ഒന്നീ സ്വർഗ്ഗത്തിൽ കയറല്ലേ പോടാ. അവരെ കൊണ്ട് വലിയ ചർച്ച നടക്കാൻ ആണവ കരാറിന്റെ ചർച്ചയാന്ന് തോന്നുന്നു. ഒന്നീ സ്വർഗ്ഗത്തിൽ കയറിപ്പോ. അങ്ങോട്ട് കയറി. അൽഹംദുലില്ലാഹ്. അതാ നിൽക്കണ ചങ്ങായി സംഘാടകർ ഇങ്ങോട്ട്. ആ നിൽക്കണ 4-5 ചങ്ങാതിമാര് സ്വർഗ്ഗത്തിലോട്ട് കയറി. ഇല്ലാണ് അതിനകത്ത് എന്തോ ഒരു റൂമിനകത്ത് കുറച്ച് പേര്. ഇങ്ങോട്ട് ഇറങ്ങുവാ. അൽഹംദുലില്ലാഹ്. മോളിൽ നിൽക്കണ കാക്കാമാരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ഇങ്ങോട്ട് കയറി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പിരികൊണ്ടില്ലേ? ഇന്നങ്ങ് പിരിച്ചാ നാളെ വഴുതു പറയാം. ആ ജോലി അങ്ങ് തീർത്താൽ നാളെ വഴുതു പറയാം. നാളെ ഇനി പിരിവാണ്.
കവർ കൊടുക്കാം. കൊടുത്തോ, നാളെ വിധി ഉണ്ടെങ്കിൽ കിട്ടും. കൊടുത്തു. എല്ലാവരുടെ കയ്യിലും ഓരോ കവറോട് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കും മദ്രസ, അതിന്റെ വല്ലാത്ത മഹത്വ മദ്രസയ്ക്ക്. ആ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്ക് കൊടുക്കാൻ ശമ്പളം പോലില്ല, പിരിവെടുത്തൊരവസ്ഥ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ സദഖ കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രതിഫലം എന്തെന്ന് ഞാൻ നിങ്ങളോട് ചെറിയ സദഖ, നാളെ പിരിക്കാൻ വയ്യാത്ത ഞാൻ നിങ്ങളോടൊരു ചെറിയ സദഖ ചോദിക്കാൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. ഒരു നല്ല മരണം നീ നിന്റെ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ വീടിന്റെ അകത്ത് കടത്തിയിരിക്കുന്ന ദിവസം കാണാൻ വരുന്നവര് മുഴുവനും നീ മരിച്ചതുപോലെ മരിക്കാൻ കൊതിക്കും. അല്ലാഹു അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഉയർത്തുമ്പോ ഓരോ മനുഷ്യനും അല്ലാഹുവേ എന്താ പടച്ചവനെ മരണം, എന്തൊരു ചിരിയ, എന്തൊരു പ്രകാശം, ഉറങ്ങുന്ന റബ്ബേ അല്ലാഹുവേ എനിക്കും ഇങ്ങനെ തരണേ എന്ന് ജനങ്ങൾ കൊതിക്കുന്ന രീതിയിലുള്ള ഒരു മരണം അല്ലാഹു തരും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും അൽഹംദുലില്ലാഹ് ഈ മദ്രസയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഈ ഒരു ബിൽഡിംഗ്, എന്റെ പ്രിയപ്പെട്ടവരെ, മദ്രസയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടുത്തെ ഉസ്താദന്മാരുടെ ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ഒരു സദഖ നിങ്ങൾ ആരെങ്കിലും കൊടുത്താൽ, നിങ്ങൾ മരിക്കുന്ന സമയത്ത് അതിന്റെ പ്രതിഫലം കണ്ടിട്ടേ നീ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരിക്കുമ്പോൾ നീ കാണും വാ ബുശിറു ബിൽ ജന്ന. നീ സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന സമയം മലക്കുകൾ കാണിച്ചു തരും. നീ അന്ന് കൊടുത്തതിന്റെ പ്രതിഫലം നോക്കടാ, ഇതാണ് സ്വർഗം എന്ന് കാണിച്ചു തരും. ആ സ്വർഗം കണ്ടിട്ട് മരിക്കാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. രണ്ട് വിശദീകരിക്കുന്നില്ല. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തുകൂടെ എല്ലാരും നടക്കും. അന്ന് റസൂലുള്ള പറഞ്ഞു, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പല രൂപങ്ങളിലാണ് ജനങ്ങൾ കടന്നു വരുന്നത്. ആരും സഹായിക്കാനില്ലാത്ത ആ ദിവസം എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്ക് നിങ്ങൾ പറന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പടച്ചവന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസ അവിടെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, അവിടെയാണ് മയ്യത്ത് നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നത്, അവിടെയാണ് ദുആ ചെയ്യാൻ പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കുന്ന മദ്രസയുടെ അവസ്ഥ തന്നെ പരിതാപകരമാണ്. അല്ലാഹുവേ, അതിനൊരു പരിഹാരം തേടിയിട്ട് വെച്ച പരിപാടിയാ. നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം പറക്കാം. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോകാനുള്ള ഭാഗ്യവാ. സ്വർഗത്തിന്റെ കാവൽക്കാരൻ പോലും നിന്നോട് ചോദിക്കും, നീ ആരാണ്? പറന്നു വരുന്നല്ലോ, നീ പറന്നു വരുന്നല്ലോ, നീ ആരാ, നീ ആരാ? മലക്കുകൾ പോലും നിന്നോട് അത്ഭുതത്തോടെ ചോദിക്കുമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇബ്നു ഉഖൈൽ എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവർക്ക് ഒരു ചരിത്രം പറഞ്ഞു ദുആ ചെയ്യാ. ഇബ്നു ഉഖൈൽ എന്ന് പറയുന്ന സ്വഹാബിക്ക് രണ്ട് കാലുമില്ല, വലത് കൈ മാത്രമേ ഉള്ളൂ, ഇടത് കൈയില്ല. വീടിന്റെ അകത്തിരിക്കുമ്പോ അല്ലാഹുവേ, സ്വഹാബികൾ വീടിന്റെ മുന്നിലൂടെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഓടുകയാണ്. പടച്ചവനെ, ഇബ്നു ഉഖൈൽ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, ഇടഞ്ഞിടഞ്ഞ് വീടിന്റെ വെളിയിൽ വന്നു. ഓടുന്ന ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, എവിടേക്കാ മോനെ? വല്ലാത്ത സന്തോഷത്തിലാണല്ലോ ഓടുന്നത്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന് സദഖ ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വീട്ടിലുള്ളത് എന്താണോ എടുത്തുകൊണ്ട് വരാൻ. അല്ലാഹുവേ, സ്വർഗം തരാമെന്നാ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. പടച്ചവരെ, ആ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങളെ, എന്റെ വീട്ടിൽ അല്പം ഗോതമ്പ് മാവാ. എന്റെ വീട്ടിലാകെ ഉണ്ടായിരുന്നത് ഗോതമ്പ് മാവാണ്. ഇത് പാവങ്ങൾക്ക് കൊടുക്കാൻ കൊണ്ടുപോവുകയാണ്. കൊടുത്താ തരുന്ന പ്രതിഫലം അല്ലാഹുവിന്റെ സ്വർഗവാ. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടങ്ങ് പോകുമ്പോ രണ്ട് കാലില്ലാത്ത ഒരു കൈ മാത്രമുള്ള ഇബ്നു ഉഖൈൽ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ,
കണ്ണ് നിറഞ്ഞൊഴുകുകയാ. റബ്ബിന്റെ സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത മോഹമാണ്. സ്വർഗം കണ്ടിട്ട് മരിക്കാൻ വല്ലാത്ത കൊതിയാണ്. പക്ഷേ ദീനിന് വേണ്ടി കൊടുക്കാൻ ഒന്നുമില്ലാത്ത പാവപ്പെട്ടവരാ. വീടിന്റെ കത്തിരുന്നിട്ട് സമാധാനം കിട്ടാതെ വന്നപ്പോ എഴഞ്ഞെഴഞ്ഞ് തന്റെ യഹൂദിയുടെ അയൽവാസിയായ യഹൂദിയുടെ ഈ വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. യഹൂദിയുടെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ? യഹൂദി ചോദിച്ചു, കാലില്ലാത്ത ഒറ്റക്കയ്യനായ നീ എന്ത് ജോലി ചെയ്യാനാ? അവസാനം ഇബ്നു ബുകൈൽ തങ്ങൾ പറഞ്ഞു, ഞാൻ വെള്ളം കോരി നിങ്ങളുടെ മരങ്ങൾ നനയ്ക്കാം. യഹൂദിക്ക് വെള്ളം കോരുന്നത് കാണാനുള്ള ആഗ്രഹം കാരണം അവിടുന്ന് ജോലി കൊടുത്തു. ഇബ്നു ബുകൈൽ റളിയല്ലാഹു തആല അൻഹു എന്തേ ചെയ്തതെന്നറിയോ? വെള്ളം കോരുന്നതിന് വേണ്ടി തൊട്ടിയും കയറും എടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നിട്ട് കിണറ്റിന്റെ അകത്ത് തൊട്ടിയിടുകയാണ്. പടച്ചവനെ, വെള്ളം നിറഞ്ഞു കഴിയുമ്പോ വലത് കൈകൊണ്ട് കയറ് വലിക്കുകയാ. രണ്ടാമത് വലിക്കാൻ ഇടത് കൈയില്ല. എന്തേ ചെയ്തതെന്നറിയോ? കയറിങ്ങനെ വായിലേക്ക് ചേർത്ത് വെച്ചിട്ട് തന്റെ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുകയാണ്. കയറ് വലിക്കും, കടിച്ചു പിടിക്കും. ഇതുപോലെ വെള്ളം മുകളിലെത്തുമ്പോ കയറ് കടിച്ചു പിടിച്ചിട്ട് റബ്ബേ വെള്ളമെടുത്തിട്ട് പാത്രത്തിൽ ചരിക്കുകയാ. എന്നിട്ട് തന്റെ മടിയിൽ വെച്ചിട്ട് മണ്ണിലൂടെ ഇടഞ്ഞിടഞ്ഞു കൊണ്ടുപോയി മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഒടിക്കുകയാണ്. യഹൂദി വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. കുറെ സമയം കഴിഞ്ഞ് വെളിയിൽ വന്നു നോക്കുമ്പോ ഇബ്നു ബുകൈൽ തങ്ങളെ കാണുന്നില്ല. കിണറ്റിന്റെ ചുവട്ടിലെ രക്തത്തിന്റെ അടയാളം കാണുകയാണ്. പടച്ചവനെ, യഹൂദി ഓടിച്ചെന്ന് നോക്കുമ്പോ ഒരു മരത്തിന്റെ ചുവട്ടില് വായിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് ശരീരം മുഴുവനും രക്തമാണ്. ബോധമില്ലാതെ തളർന്നു കിടക്കുകയാണ്. അവിടെ അല്പം വെള്ളം കുടഞ്ഞു, മുഖത്ത് വെള്ളമൊടിച്ചു, കുടിക്കാൻ വെള്ളം കൊടുത്തു. ഇബ്നു ബുകൈൽ തങ്ങളോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? പൈസ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ഇത്ര അത്യാവശ്യമെന്തേ? ആ സമയത്ത് ഇബ്നു ബുകൈൽ തങ്ങൾ പറഞ്ഞു, മനുഷ്യ, അല്ലാഹുവിന്റെ റസൂല് സദക്ക ചോദിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പാവങ്ങൾക്ക് വേണ്ടി ചോദിച്ചിരിക്കുകയാ. കൊടുത്താ കിട്ടുന്ന പ്രതിഫലം സ്വർഗമാണ്. സ്വർഗം കണ്ടുകൊണ്ടുള്ള ഒരു മരണമാണ്. ഞാൻ ജീവിക്കുന്നത് അതിന് വേണ്ടിയാണ്. അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാ. എന്റെ ശമ്പളം ഒന്ന് തരുവോ? എന്റെ കൂലി ഒന്ന് തരുവോ? 4 ദിർഹം എടുത്ത് കയ്യിൽ വെച്ചു കൊടുത്തു. ഇബ്നു ബുകൈൽ റളിയല്ലാഹു തആല അൻഹു ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഇഴഞ്ഞു കൊണ്ടുപോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ വായിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് ശരീരം മുഴുവനും രക്തത്തിലാണ്. ഇബ്നു ബുകൈൽ തങ്ങൾ ഇങ്ങനെ കടന്നു വരികയാ. റസൂലുള്ളാഹി ഓടിച്ചെന്നു. അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഇബ്നു ബുകൈലേ, ആരാ നിന്നെ തല്ലിയത്? ആരാ നിന്നെ ഉപദ്രവിച്ചത്? യാ റസൂലല്ലാഹ്, എന്നെ ആരും ഒന്നും ചെയ്തില്ല നബിയേ. പിന്നെ രക്തമൊലിക്കുന്നതിന്റെ കാരണമെന്ത്? പിന്നെ എങ്ങനാ രക്തമൊലിക്കുന്നത്? അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, തൊട്ടിയും കയറാ കിണറ്റിന്റെ അകത്ത് കയറിട്ടിട്ട് വെള്ളം വലിച്ചിട്ട് എന്റെ വായിൽ നിന്ന് രക്തം വരുന്നതിന്റെ കാരണം എന്തെന്നറിയോ? എന്റെ പല്ലുകൊണ്ട് ചുണ്ടിങ്ങനെ, എന്റെ പല്ലുകൊണ്ട് കയറ് കടിച്ചു പിടിച്ചിട്ട് എന്റെ നാവും ചുണ്ടും മുറിഞ്ഞിട്ട് രക്തം വരുന്നതാ നബിയേ. കയറ് കടിച്ചു പിടിച്ചിട്ട് ഒരു കൈയല്ലേ ഉള്ളൂ, ഒരു കൈയല്ലേ ഉള്ളൂ. അല്ലാഹുവേ, കയറ് കടിച്ചു പിടിച്ചിട്ട് നാവും ചുണ്ടും മുറിഞ്ഞിട്ട് രക്തം ഇങ്ങനെ ഒലിക്കുകയാ. ശരീരത്തിലെ രക്തവേദെന്നറിയോ വാപ്പാ? ശരീരത്തിലെ രക്തവേദെന്നറിയോ ചെറുപ്പക്കാരാ? വെള്ളമെടുത്ത് മടിയിൽ വെച്ചിട്ട് അല്ലാഹുവേ, ഒരു കൈ ഇങ്ങനെ കുത്തിയിട്ട് മണ്ണിലൂടെ നിരങ്ങുമ്പോ എന്റെ തൊടയിലെ തോലുരിഞ്ഞിട്ട് രക്തം വരുന്നതാ നബിയേ.
അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനു വേണ്ടിയാ അങ്ങ് സദക്ക ചോദിച്ചില്ലേ നബിയേ? പാവങ്ങളെ സഹായിക്കാൻ ചോദിച്ചില്ലേ നബിയേ? അതിനു വേണ്ടിയാ നബിയേ? എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം കണ്ടിട്ട് മരിക്കണം നബിയേ. എന്റെ കയ്യിൽ ഇതേ ഉള്ളെന്ന് പറഞ്ഞ് 4 ദിർഹം എടുത്തു കൊടുക്കുമ്പോ, ഉപ്പമാരെ നിനക്ക് കൈയുണ്ടല്ലോ, അല്ലാഹു കാല് തന്നിട്ടുണ്ടല്ലോ, അല്ലാഹു വീട് തന്നിട്ടുണ്ടല്ലോ, അല്ലാഹു സമ്പത്ത് തന്നിട്ടുണ്ടല്ലോ, അല്ലാഹു ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ, എന്നിട്ടും എന്തേ നിനക്ക് പലതും കാണാൻ കഴിയാത്തത്? ആർക്ക് വേണ്ടിയാ മനുഷ്യ? 3 കഷ്ടം വെള്ളത്തുണി നിന്റെ പൈസയിലല്ല, നിന്റെ മക്കളും വാങ്ങിത്തരുന്നതും പുതച്ചിട്ട് ഒരു ദിവസം ഞാനും നിങ്ങളും പോകണ്ടവരാ. അതുകൊണ്ട് പോകുന്ന സമയം മനോഹരമാക്കണോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗം കണ്ടിട്ട് മരിക്കണോ. നാളെ ഇബ്നു ബുക്കൈല തങ്ങൾ കിടക്കുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗം നിനക്കും കിട്ടണമെന്ന് മോഹമുണ്ടോ? ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയാൻ ഒരാളെയും ഞാൻ നിർത്തിയിട്ടില്ല. ഇപ്പൊ തന്നെ കൊടുക്കണമെന്ന് പറയുന്നില്ല. എപ്പോഴാണോ ആ ബിൽഡിങ്ങിന്റെ പണി തുടങ്ങുന്നത്, ആ പണി തുടങ്ങുന്ന സമയത്ത് ഉസ്താദേ എനിക്ക് ആയുസ്സും ആരോഗ്യവും പണവും ഉണ്ടെങ്കിൽ അല്ലാഹുവേ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടിയല്ലേ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ കൊടുക്കാം ഉസ്താദ്. എനിക്ക് സ്വർഗ്ഗം കണ്ടിട്ട് മരിക്കണം ഉസ്താദേ, എനിക്ക് സ്വർഗ്ഗം കണ്ടിട്ട് മരിക്കണം. വരുന്നവരുടെ മുഖത്ത് നോക്കി ചിരിക്കണം. എനിക്ക് നടക്കാൻ വയ്യാ. നാളെ ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ കരയുന്ന ദിവസം, സ്വന്തം മക്കള് നെഞ്ചത്ത് കയറുന്ന ദിവസം, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എനിക്ക് പറവയെ പോലെ പറക്കണം ഉസ്താദ്. ആഗ്രഹമുണ്ടോ മുസ്ലിമേ? ആഗ്രഹമുണ്ടോ മുസ്ലിമേ? നിങ്ങളെ ഞാൻ അല്ലാഹനെ ഏൽപ്പിക്കുകയാ, നിങ്ങളെ ഞാൻ അല്ലാഹനെ ഏൽപ്പിക്കുകയാ. കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഈ കൂട്ടത്തിൽ സ്വർഗ്ഗത്തിന്റെ അവകാശിയെ നിനക്കറിയാം അല്ലാഹ്. അവരെ നീ തന്നെ തെരഞ്ഞെടുക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്ക അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം, നിനക്കൊരു നല്ല മരണം അല്ലാഹു തരും. അതിനെക്കാളും വേറൊന്നുമില്ല. ഒരു നല്ല മരണം, മരിക്കുന്ന സമയത്ത് സ്വർഗ്ഗം കണ്ടിട്ട് മരിക്കാം. കാണാൻ വരുന്നവർ മുഴുവനും നീ മരിച്ചതുപോലെ മരിക്കാൻ കുതിക്കും. അല്ലാഹു അങ്ങനെയുള്ള ഒരു മരണം തരുമാറാകട്ടെ.